നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ ഒരു പ്രത്യേകതയുണ്ട്, പറയട്ടെ. ഇന്നെൻ്റെ ബർത്ത്ഡേ. അതിന് ഇത്ര കുടുങ്ങുന്നതല്ലേ ഏറ്റവും വലിയ കാര്യമല്ലേ? നമ്മൾ ജനിച്ചു എന്നുള്ളതും ഈ വയസ്സ് വരെ ജീവിച്ചിരുന്നു എന്നുള്ളതും ഈ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റി എന്നുള്ളതും വലിയ കാര്യമല്ലേ? എന്നാ പറയുന്നത്, ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും, എന്ത് കാര്യം ഉണ്ടെങ്കിലും, ഞാൻ സങ്കടപ്പെടുന്ന കാര്യം ഉണ്ടെങ്കിലും സന്തോഷപ്പെടുന്ന കാര്യം ഉണ്ടെങ്കിലും ഞാൻ ഈ ക്യാമറയ്ക്ക് മുന്നിൽ മിക്കപ്പോഴും പറയാറുണ്ട്. കാരണം എന്നോട് സ്നേഹമുള്ള ഒത്തിരി പേര് ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അവരോട് ഞാനിത് ഷെയർ ചെയ്യുന്നത്, അല്ലാത്തൊരു സ്കിപ്പ് അടിച്ച് പൊക്കോട്ടോ. അപ്പം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. എന്നാ പറയണേ, പ്രത്യേകിച്ച് പോയിരുന്നു പ്രാർത്ഥിക്കുമൊന്നും വേണ്ട, പ്രാർത്ഥിക്കത്തില്ലെന്നും എനിക്കറിയാം. കാരണം നമ്മളെല്ലാം അങ്ങനെ, നമുക്കെല്ലാം നമ്മുടെ കാര്യത്തിനാണ് പ്രയോറിറ്റി. എല്ലാ മനുഷ്യരും എന്തൊക്കെ ആദർശം പറഞ്ഞത് അവനവൻ്റെ കാര്യത്തിനാണ് പ്രയോറിറ്റി. അപ്പോൾ ഇത് ഞാൻ പറയുമ്പം വിദ്യക്ക് നല്ലത് തന്നെ എന്നൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. അതിൻ്റെ ഒരു പോസിറ്റീവ് വൈബ് എനിക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്, ഒന്നുമില്ല. എനിക്ക് ഞാൻ ഇതിന് മുന്നിലത്തെ ബർത്ത്ഡേക്ക് ഇങ്ങനെ എൻ്റെ ഒരു സ്വപ്നമുണ്ട്, അതൊന്ന് നടക്കണേന്ന് പറയാൻ പ്രാർത്ഥിച്ചായിരുന്നു. അത് അടുത്ത ബർത്ത്ഡേക്ക് മുന്നേ എൻ്റെ ദൈവം എനിക്ക് തന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നതെല്ലാം എൻ്റെ അപ്പൻ എനിക്ക് തരുന്നുണ്ട്. അത് മതി. ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. എനിക്ക് എത്ര ഉള്ളൂ. എനിക്ക് കൂടുതൽ സന്തോഷവും വേണ്ട, കൂടുതൽ സങ്കടവും വേണ്ട, ഒന്നും വേണ്ട. ഉള്ളത് തന്നിരിക്കുന്നതിൽ ഞാൻ 100% സംതൃപ്തി. ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. അപ്പോൾ എനിക്കത് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന. കുറേ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ വന്നോട്ടെ, വരണം നീ, അതാ നല്ലത്. അല്ലാതെ എല്ലാം തേങ്ങി നമ്മൾ ജീവിക്കുന്നത് ആർക്കും നല്ലതല്ല. ഇച്ചിരി വിഷമങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും കരച്ചിലുകളും ഒക്കെ വരണം. അതിൻ്റെ കൂടെ എന്നാലല്ലേ ചിരിക്ക് വരെ ഉണ്ടാവുള്ളൂ. അപ്പം മെയ് 23 ഈ മഹതി ജനിച്ച ദിവസമാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ എത്ര കേക്ക് മുറിച്ചെന്നറിയാം. 2 കേക്ക് ഇപ്പോൾ ഓൾറെഡി മുറിച്ചു. അല്ല മുറിച്ചല്ലേ, കടയിലെ മുറിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പം പിന്നെ അത് കാണിക്കാവേ, ഇന്നത്തെ കാണിക്കാം കേട്ടോ. പിന്നെ ഇന്ന് സ്റ്റാഫ് പകുതി പേർക്കും പനിയാണ്. ഒത്തിരി പേരില്ല, സ്റ്റാഫിൽ ഒത്തിരി പേരില്ല. പനിയാണ്. ഇപ്പോൾ കോവിഡ് ഉണ്ടെന്ന് പറയുന്നു. അതൊന്നും വരാതിരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. കോവിഡ് ഒന്നും പടർന്നു പിടിക്കാതിരിക്കും. ഇനി ഒരു കോവിഡിനെ കൂടെ അതൊന്നും വരത്തൊന്നുമില്ല. കാര്യം നമ്മൾ അതിനെ അതിജീവിച്ചു. പിന്നെ പേടിക്കാതിരുന്ന് വെച്ചാൽ മതി. എല്ലാവരും ഈ കോവിഡ് എന്ന് പറയും പേടിച്ചിരുന്ന്, പനിയാകുമ്പോൾ നമ്മൾ അതിനുള്ളൊരു പ്രൊട്ടക്ഷൻ എടുത്ത് വെച്ചാൽ മതി. അന്നേരം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് വെച്ചാൽ മതി. അപ്പം നമുക്കിന്ന് ഞാൻ ഉടുത്തിരിക്കുന്ന സാരി തന്നെയാണ് വിചിത്ര സിൽക്കിൻ്റെ. കഴിഞ്ഞ ദിവസം നമുക്ക് വളരെ ഡിമാൻഡുള്ള ഒരു സാരിയാണ്. അതിൻ്റെ വേറൊരു പ്രിന്റിൽ വന്നിരിക്കുന്ന ഒരു സാരി, അതാണ് ഇപ്പം ഞാൻ ഉടുത്തിരിക്കുന്നതായിട്ട് കാണിക്കാം. അതിനകത്ത് എൻ്റെ ഒരു സവിശേഷത ഞാൻ പറയാൻ പോകുന്നത്, ഈ ഞായറാഴ്ച കാണിക്കാൻ പോകുന്ന ബ്ലൗസാണിത്. ഇതുണ്ടോ, എംബ്രോയ്ഡറി വർക്ക് ചെയ്ത, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫുൾ എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു ഫ്ലോറൽ. അപ്പം ഞാൻ ഇതിനും പെയർ ചെയ്തിട്ടിരിക്കുന്നത് ഈ ബ്ലൗസാണ്. ഈ ബ്ലൗസിന് ഇതിൻ്റെ ഒത്തിരി 12 കളേഴ്സ് വന്നിട്ടുണ്ട്. ഇത് വൈറ്റാണ് ഞാനിപ്പോൾ എടുത്തത്. പല 12 കളേഴ്സ് വന്നിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സാരികൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ബ്ലൗസുകളാണത്. അതിനകത്ത് ഈ കാണിക്കുന്ന ബ്ലൗസ് സാരികളുടെ എല്ലാം കളറിൽ ബ്ലൗസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ വിടാം, കോൺട്രാസ്റ്റ് വേണമെങ്കിൽ. ഞാൻ ഇപ്പോൾ കോൺട്രാസ്റ്റാണ് ഇട്ടത്, വൈറ്റിൻ്റെ അടുത്ത കൂടെ ആ പിങ്ക് ഉള്ളതായിട്ടത്. ഈ സെയിം കളറല്ലേ ഇട്ടത്. എങ്ങനെ വേണമെങ്കിലും ഇടാം. 599 റേറ്റ് ഉള്ളൂ. നല്ല സാരിയാണ് വിചിത്ര സിൽക്കിൻ്റെ. പിന്നെ വിചിത്ര സിൽക്ക് എന്ന് പറയുന്ന സ്റ്റഫ് നമുക്ക് ചിരപരിചിതമായി. ഇപ്പം കേരളത്തിൽ ഇത് ഇറങ്ങിയിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2-2.5 വർഷത്തോളമായി വിചിത്ര സിൽക്ക് ഇറങ്ങിയിട്ട്. അതിനകത്ത് വളരെ ചീപ്പ് ക്വാളിറ്റിയിലുള്ളത് ഇറങ്ങുന്നുണ്ട്, നല്ല ക്വാളിറ്റിയിലുള്ളത് ഇറങ്ങും. ഇതൊരു മീഡിയം ക്വാളിറ്റിയിലുള്ളതാണ്. ചീപ്പ് ക്വാളിറ്റിയിലുള്ളതിൻ്റെ റേറ്റുമായിട്ട് കമ്പാരിസൺ നടത്തി പറയരുത്. ഇത് നമുക്കൊരു എടുക്കുമ്പോൾ എന്താ പറയുക, നമ്മൾ യൂസ് ആൻഡ് ത്രോ ആണെങ്കിൽ നമുക്ക് പോട്ടെ. അങ്ങനെയല്ലല്ലോ. ഒരു സാരി എന്ന് പറഞ്ഞാൽ നമുക്കൊരു മിനിമം കുറച്ച് പ്രാവശ്യമെങ്കിലും കൊടുക്കണം. അല്ലെങ്കിൽ ഒരു 1-2 പ്രാവശ്യം കൊടുത്തിട്ട് ചുരിദാറെങ്കിലും തയ്ക്കാൻ പറ്റണം അല്ലേ? ഇത് ചുരിദാറൊക്കെ തയ്ക്കാൻ നല്ല കേട്ടോ. ഫംഗ്ഷൻ വെയറായിട്ട് നല്ല പീച്ച് ഷെയ്ഡ്. അതായത് ബഡ്ജറ്റ് റേറ്റിൽ ഫംഗ്ഷൻ പോകാം, അത്രേ ഉള്ളൂ. നമുക്കിപ്പോൾ അയൽവക്കത്തേക്ക് ഒരു കല്യാണം ഒക്കെ വിളിക്കുമ്പോഴാണെങ്കിൽ പോലും നമുക്ക് ഈ ചിലർക്ക് കുഴപ്പമില്ലായിരിക്കും. എനിക്കൊക്കെ ഉണ്ടേ, ഒത്തിരി പ്രാവശ്യം കൊടുത്ത സാരിയല്ല ഡ്രസ്സ് വേണമെങ്കിൽ കൊള്ളാനും. ഇത് ഈ കളറാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിനോട് ഓനിയൻ്റെ ഒരു ഡാർക്ക് ഞാനിവിടുത്തെ ഈ കളറല്ല കേട്ടോ, ഇതിൻ്റെ ലൈറ്റാണ്. അപ്പോൾ എന്തോരം പേര് ആ സാരി ചോദിച്ചെന്നറിയോ? ആ സാരി ദിവസം കിട്ടാനില്ലാതായിപ്പോയിട്ടാണ് ബുക്കിംഗ് നിർത്തിക്കളയുക ചെയ്തത്. ഞങ്ങൾ അതുപോലെ ചോദിച്ചു. ഇപ്പം ഇതുണ്ടോ, ഇതിനും ഈ ബ്ലൗസ് ചേരും. ഇതുപോലത്തെ 12 കളർ ബ്ലൗസ് ഉണ്ട്. ഞാൻ ഈ വൈറ്റ് മാത്രം ഇപ്പോൾ എടുത്ത് എൻ്റെ കയ്യിൽ ഞാൻ എടുത്ത് സ്വന്തമാക്കി വെച്ചത് കൊണ്ട് ഞാൻ കാണിക്കുന്നത്. ഇതുണ്ടോ, ഇതിനും ചേരും. നല്ല രസമാണ്. ഇട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റ് കാണുമ്പോൾ ആ ബ്ലൗസിന് ഭയങ്കര ഭംഗിയാണ്. അതായത് 300-400 രൂപ ഈ കൂടുതൽ തയ്യൽ സ്റ്റിച്ചിങ് ചാർജ് ആവും ഇന്നത്തെ കാലത്ത് ബ്ലൗസിനല്ലേ. ആ ഫിറ്റിംഗ് ഒക്കെ ഒത്തു പറഞ്ഞാൽ അതിലും വലിയ പാട്. പിന്നെ ഇട്ടാലുള്ള കംഫർട്ട്
ഞാനിപ്പോൾ ബ്ലൗസാണോ സാരിയാണോ വയ്ക്കുന്നത് ആ കഥ ഞായറാഴ്ച പറയും. ഞായറാഴ്ചയാണ് ഇതിൻ്റെ വീഡിയോ കേട്ടോ. ബ്ലൗസിൻ്റെ ഇത് ഒനിയൻ പിങ്കിൽ ഇങ്ങനെ ഒരു ഇതുണ്ടോ കോപ്പർ ബുട്ട, നല്ല ഡാർക്ക് ഒനിയൻ പിങ്ക്. കുറച്ച് കളറേ ഉള്ളൂ, ചെറിയ വീഡിയോയുമാണ്. കഴിഞ്ഞ ദിവസം ഈ കളേഴ്സ് വന്നിട്ട് ചിലർക്ക് ചില പർട്ടിക്കുലർ കളർ വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. അന്ന് കിട്ടാതെ പോയവർ ഇന്ന് അത് വാങ്ങിച്ചോ. അന്നത്തെ ഡിസൈൻ വേറെ ഒന്നായിരുന്നെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇന്നിപ്പോൾ ഇങ്ങനൊരു ഡിസൈൻ നേവി ബ്ലൂ, നല്ല എടുപ്പല്ലേ. ഞങ്ങളുടെ സ്റ്റാഫ് എല്ലാവരും ഇതല്ല ഇതിൻ്റെ മുന്നേ വന്നത് എല്ലാവരും എടുത്തിട്ട്, ഞാൻ ഉൾപ്പെടെ എല്ലാവരും സാരി എടുത്തുകൊണ്ട് വന്നിട്ട് ബസ്സിലൊക്കെ കയറി വരുന്നവരോടൊക്കെ എല്ലാവരോടും ചോദ്യം വരുന്നതെന്ന് എല്ലാവരും പറഞ്ഞു. ഞാൻ പറയും ഇസബല്ല ഒന്ന് ഓടിക്കൊണ്ട് പോകണം വരായിരുന്നു. എവിടെ നിന്നാണ് നല്ല രസമുണ്ടല്ലോ, കടയിൽ വന്നാൽ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോഴത്തേനും സ്റ്റോക്കൊക്കെ കുറേ തീർന്നായിരുന്നു. ഇപ്പം വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്, അതിൻ്റെയും വന്നിട്ടുണ്ട്. ഇതിപ്പോൾ പുതിയ പ്രിന്റ്, പുതിയത് ലീഫാണ്. ഇതിൻ്റെ ഒരു ലീഫിൻ്റെ ഒരു ഡിസൈൻ ആയിട്ടല്ലേ കോപ്പർ ഇട്ട് പോകുന്നത്. ഇങ്ങനെ ഇത് പിടിക്കുന്നൊന്നുമില്ല. ഇതുണ്ട്, ഞാനിത് കുറേ സമയമായിട്ട് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടൊക്കെ ആ സാരി എടുത്ത് കുറേ സമയം നടക്കുക. എൻ്റെ മുഖത്തൊന്നും ഇല്ലല്ലോ, ഗ്ലിറ്ററിങ് ഉണ്ടോ, പിടിക്കുന്നൊന്നുമില്ല. പിന്നെ ചേർച്ച കഴിഞ്ഞാൽ എന്താണെങ്കിലും പോരും. ഇത് പക്ഷെ അങ്ങനെ അങ്ങ് ചാടിക്കറിയൊന്നും പിടിക്കുന്നൊന്നുമില്ല, ഉണ്ടോ, അങ്ങനെ അങ്ങ് പോരുകയില്ല. അപ്പോൾ പിടിക്കുന്നില്ല. മുഖത്ത് മുഴുവൻ ഗോൾഡൻ ആവുമെന്നൊന്നും പേടിക്കണ്ട. ഗോൾഡ് അല്ല, ഒരു കോപ്പർ കളറാണ്. ലാവണ്ടർ ഇതെല്ലാം ഫുള്ള് ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഇതിനൊരു ടാസിലും കൂടി ഒക്കെ പിടിപ്പിക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. നല്ല കൂടിയ ടാസിൽ, കൂടിയെന്ന് പറഞ്ഞാൽ വലിയ റേറ്റൊന്നും ഇവിടെ കൊണ്ടുവന്നേ 100-100 രൂപയൊക്കെ കൊടുത്താലും കിട്ടുമല്ലോ. നല്ല ടാസിൽ ഓരോന്ന് പിടിപ്പിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ സെയിം കളറാണെങ്കിൽ 5 രൂപയോ 10 രൂപയും കണ്ടേ ഉള്ളൂ ഓരോ പീസിന്. അപ്പോൾ ഒരു 5-8 മേടിച്ചൊക്കെ പിടിപ്പിക്കുവാണെങ്കിൽ കുറേ കൂടെ ഭംഗിയായിരിക്കും. ഡെയിലി യൂസിനായിട്ടും എടുക്കാൻ പറ്റുന്ന സാരി കേട്ടോ. എങ്ങനെ വേണേലും കൊടുക്കാം, കൈ കിട്ടിക്കഴിഞ്ഞ് മനസ്സിലാവും. മൾട്ടിപ്പിൾ യൂസാണ്. ഒന്നിലധികം കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഫംഗ്ഷൻ കൊടുക്കാം, അല്ലാതെ കൊടുക്കാം. പിന്നെ ചുരിദാർ തയ്ക്കാം, കുർത്തി തയ്ക്കാം, സ്കേർട്ട് തയ്ക്കാം, ഫ്രോക്ക് തയ്ക്കാം. റാണി പിങ്ക് വേണ്ട, റാണി പിങ്ക് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് റാണി പിങ്ക് കൊടുത്താൽ മതി. എനിക്ക് ഈ കളറുള്ളത് കൊടുക്കും ഭയങ്കര ഇഷ്ടം. പേസ്റ്റൽ കളർ നല്ല രസമാട്ടോ. ഒരു വായി തന്നെ എന്തൊക്കെയാ പറയുന്നത് അല്ലേ അല്ലേ അല്ലേ. കോഫി കളർ വൈൻ വന്നിട്ടില്ല ഈ പ്രാവശ്യം തോന്നുന്നു. അപ്പോൾ ഞാൻ എടുത്തു വെച്ചതിനകത്തൊന്ന് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അത് മിസ്സായിട്ടുണ്ടോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. കാരണം ഇന്നലെ പുതിയ സ്റ്റോക്ക് വന്നതിൻ്റെ ബണ്ടിൽ പൊട്ടിച്ചെടുക്കുമായിരുന്നു ഇത്. അപ്പോൾ അത് ഇതിനകത്ത് പല ബണ്ടിലിനകത്ത് ചിലപ്പോൾ പാക്കിങ് കയറി പോകും, പലതിനകത്ത് പോകും, ചുരിദാർ സെറ്റിൻ്റെ ഇതിനകത്തൊക്കെ പോകും. അങ്ങനെ പോയതാണോ എന്ന് എനിക്കൊരു 2 കളറൂടെ മിസ്സായിട്ടുണ്ടോ എന്ന് എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട്. പിന്നെ നമുക്ക് ഒത്തിരി ചുരിദാർ സെറ്റ് പുതിയത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം ചുരിദാർ സെറ്റാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. കുർത്തി കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഫംഗ്ഷൻ വെയറും ഡെയിലി വെയറും എല്ലാ വെയറും കുർത്തി വന്നിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം കൊണ്ട് ചുരിദാർ സെറ്റാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. ഇന്നലെ വന്നിട്ടുണ്ട് ഷോപ്പിൽ. ഇന്നിപ്പം അത് കയറും, തട്ടേ കയറും. ഇപ്പം പുതിയതായിട്ട് തട്ടേ കയറിയ മട്ടുഭാവം മാറും എന്ന് പറഞ്ഞ പോലെ നല്ല സൂപ്പർ ചുരിദാർ സെറ്റൊക്കെ കേട്ടോ. എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയത് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കേൾക്കണം. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തരാൻ മടുത്തു. 22 കൊല്ലമായിട്ട് പുള്ളിക്കാരൻ മടുത്തിരിക്കട്ടെ. എന്നാ കൊടുത്താൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എപ്പോഴും കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുമോ, എനിക്ക് തുണി തരുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇത്രയും ചുരിദാറും ഇതുള്ള കടയ്ക്കകത്ത് ഞാൻ ചുരിദാർ സെറ്റ് തന്നാൽ മതി എനിക്കെന്ന് പറഞ്ഞ് ചോദിച്ചു മേടിച്ചു പോയി ഈ പ്രാവശ്യം എൻ്റെ ബർത്ത്ഡേക്ക്. പുള്ളി മറ്റെന്തോ ഫോട്ടോയിൽ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ചെയ്ത് അപ്പനും മക്കളും കൂടെ എന്തൊക്കെയോ പാൻ ചെയ്ത്. ഇപ്പം ഇളയ മോനെ ഞാൻ പോയി ചുരണ്ടി, എടാ ഒന്ന് പറയടാ, എന്നതാണ് പറയടാ എന്ന് പറഞ്ഞു. എനിക്ക് ഇഷ്ടമില്ലാത്ത കൊല്ലം അതായിരുന്നെങ്കിൽ ഇപ്പോഴേ പറഞ്ഞേക്കങ്ങ്. അവന് ഞാൻ സെൻറ്റിയൊക്കെ അടിച്ചപ്പോൾ അവൻ വീണു. അവൻ പറഞ്ഞു ഫോട്ടോയൊക്കെയാണെന്നാണ് തോന്നുന്നതെന്ന്. അതുപോലെ അപ്പനും മക്കളും കൂടെ പ്ലാൻ ചെയ്ത്. അവൻ പറഞ്ഞു എനിക്ക് ഫോട്ടോ ഒന്നും ഇഷ്ടമില്ല, എനിക്ക് ഡ്രസ്സാണ് ഇഷ്ടം. എൻ്റെ മൊഡാലിൻ്റെ ചുരിദാർ എൻ്റെ ഷോപ്പിൽ ഇഷ്ടം പോലെ ഇരിക്കുന്ന സാധനം, അതാണ് എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. എനിക്ക് പക്ഷേ ഭയങ്കര ഹാപ്പിയാണ്, എനിക്കതാണ് ഇഷ്ടം. പിന്നെ എൻ്റെ പെൺപിള്ളേരെ കേക്ക് മേടിച്ച് മുറിച്ചു. എൻ്റെ സ്റ്റാഫ് കേട്ടോ കേക്ക് മുറിച്ചു. എൻ്റെ പോയ പഴയ സ്റ്റാഫുകൾ ഒത്തിരി പേര്, മഞ്ജു, സിന്ധു ചേച്ചി, പിന്നെ സാന്ദ്ര, എന്തൊരു പേരാണോ എനിക്കറിയാം. എല്ലാവരും പേര് വിട്ട് വായിക്കുമ്പോൾ ക്ഷമിക്കണേ. എല്ലാവരും തലേ ദിവസം തൊട്ടേ, മഞ്ജുക്ക് ഇന്നലെ തൊട്ടേ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ കാവ്യ ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അവൾ എന്നെ ചേച്ചിയെ പോലെ തന്നെയാണ് കരുതുന്നത്. അതൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജൊക്കെ അയച്ചു. എല്ലാത്തിനും ഒത്തിരി നന്ദി. ദൈവം തരുന്ന അനുഗ്രഹങ്ങൾക്ക് ഒത്തിരി നന്ദി. നിങ്ങളെപ്പോലെ കണ്ടിട്ടില്ലാത്ത എന്തോരോ ആൾക്കാരുടെ സ്നേഹം കടയിൽ വന്ന് കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പലരും എന്ത് സ്നേഹത്തോടെയാണ് പെരുമാറുന്നുണ്ട്. ഒത്തിരി പേര് വന്നിട്ട് ചോദിക്കുന്നുണ്ട് വിദ്യ ഉണ്ടോ. വിദ്യ ഇവിടെ കാണത്തില്ല, വിദ്യ ഇങ്ങനെ നടക്കുകയല്ലേ.
അപ്പം അതൊക്കെയാണ് ഈ ജന്മത്തിലെ വലിയ ഭാഗ്യം പുണ്യം. ഞാനതൊക്കെ വലിയ അസറ്റായിട്ട് കാണുന്നത് കേട്ടോ. എനിക്കല്ലാതെ സത്യം എൻ്റെ അമ്മയാണ് സത്യം ഞാൻ പറയാം, എനിക്കതൊക്കെ ഭയങ്കര അസറ്റായിട്ട് കാണുന്നത്. എനിക്ക് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ദൈവം തന്നല്ലോ എന്നുള്ള ഒരു ഇത്രയും എൻ്റെ പെൺപിള്ളേരെ പോലെ ഇത്രയുള്ളവർക്ക് സാലറി കൊടുക്കാൻ പറ്റി. അങ്ങനെയൊക്കെ വലിയ ആളൊന്നുമല്ല, ഞങ്ങളുടെ ഒരു വലിയൊരു ഷോപ്പൊന്നുമല്ല, എന്നാലും ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റി. അവരെന്നെ ചേച്ചിയെ പോലെ അനിയത്തിയെ പോലെയൊക്കെ കാണുന്നു. അങ്ങനെ കൂടപ്പറപ്പുകളെ പോലെ കുറേ പേര്, നേരത്തെ പോയവർ ഇപ്പോഴും സ്നേഹിക്കുന്നവർ, അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി നല്ല ഗുണങ്ങൾ. ഞാൻ ഇതൊക്കെ പറയുന്നത് എന്തിനെന്നറിയോ, ജന്മദിനത്തിൻ്റെ നന്മ പറയണ്ടേ, അതിനു വേണ്ടി പറഞ്ഞത്. വയസ്സ് പറയില്ല, വയസ്സ് കണ്ടാൽ എത്ര തോന്നും? 26 തോന്നുമായിരിക്കും അല്ലേ? 70 15 55 ഒറ്റ ഇടി വന്നുണ്ടല്ലോ. ക്യാമറ എൻ്റെ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. തോന്നിക്കോട്ടെ, എത്ര വേണമെന്ന് തോന്നിക്കോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. 55 ആകാനേ ഇനി വർഷങ്ങൾ കിടക്കുന്നു കേട്ടോ, വർഷങ്ങൾ കിടക്കുന്നു. അയ്യോ കുശുമ്പ. താങ്ക് യു. പ്രാർത്ഥിക്കണം കേട്ടോ.